ഞാൻ എന്താ ഒഴിഞ്ഞ് മാറി നടക്കണേ ഇലക്കേറ്റ്? ഞാനല്ല ഒളിച്ചും പാത്തിക്കണ്. ഇജാണ് ഒളിച്ചും പാത്ത് നടക്കണ്. ഇലക്കേറ്റ എവിടുക്കാ? എന്തിന്? അപ്പൊ ആരാ പറഞ്ഞത് കൊതുണ്ടാവുമ്പോ ചീമക്കൊന്നിന്റെ ഇല ആയി ഇട്ടാ മതി. അപ്പൊ അവനെ കുറച്ച് കജ്ജ് കടി അപ്പൊ ഞാൻ കുറച്ച് പിടിച്ചിട്ടുള്ളൂ. ഇതിപ്പോ പുതിയ മരുന്നാലോ? അത് പുതിയ മരുന്നല്ലേ, പഴയ മരുന്നാണ്. എന്താണ് ഞാൻ ഇത് കൂടെ ഇടക്കൊക്കെ പോണത് കേട്ടാ. ഇജ് ഈ മുട എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന ആൾക്കാര് കുറ്റാക്കൂട്ടാ. ഏത് മുട? ഇജ് തറാവിന്റെ മുട. അതിന് അന്നെ പോലല്ല ഞാന്, അന്നെ പോലല്ല. എവിടെ മുട? ഇതിന് മുട ഇല്ലേ? ഞാൻ നാളെ കൊറേ കടന്ന് നോക്കിയടാ, കണ്ടില്ല. എന്നിട്ട് എന്താണ് കുഞ്ഞാപ്പ ഒരു മൂഡൗട്ട്? എനിക്ക് മൂഡൗട്ട് തന്നെയാടാ. ഒരാഴ്ചമാര് ഒന്നും നടക്കണില്ല. ഒന്നും നടക്കണില്ല. എന്താണോ? ഞാൻ ഓരോരോ ടെൻഷൻ അമ്മമാന്റെ കാര്യം ഓർത്തിട്ട് ഇപ്പൊ ചാരിതാണ്. എന്താണ് കുഞ്ഞാപ്പോ? ഉമ്മാക്ക് പ്രായമായി വരില്ലേ, വെച്ചാതെ ആയില്ലെങ്കിലേ ഉമ്മക്ക് എന്ന് തുടങ്ങി അമ്മ അങ്ങനെ പണിക്ക് തുടങ്ങിയത്. ഇമ്മ അങ്ങനെ പ്രായമായി വരില്ലേ, ഉമ്മാക്ക് വെച്ചാതായ കുടുങ്ങി പോകൂല എന്റെ പാവാ. ഇപ്പോഴെങ്കിലും ബുദ്ധി ഉണ്ടല്ലോ, തോന്നിയല്ലോ. എനിക്ക് ഇപ്പഴേ ഞാൻ കുറച്ച് നേരമായി തോന്നിയിട്ട്. ഇനി ഇമ്മ ഇങ്ങനെ വെച്ചാതായില്ലെങ്കിൽ ഉമ്മാക്ക് പണിക്ക് പോകാൻ പറ്റില്ല. അപ്പൊ കാര ചോറ് വന്നേരാ. ശരി, ആ ചിന്തയാണല്ലേ വിചാരിച്ചത്. ശരി, അപ്പൊ ഇജ്ജ് പണിക്കോണോ? അത്രക്ക് അനക്ക് പണിക്ക് പോകാൻ വയ്യല്ലേ? ഞാപ്പോ അത് അങ്ങോട്ടാണ്. കാറൊന്നല്ല, കുട്ടികളെ കൊണ്ടാണ് വണ്ടി. അപ്പൊ അതങ്ങോട്ട് എടുക്കലും പോകും. എന്നോട് ആരാ ചോദിച്ചു? മൂത്തമ്മനെ തോന്നുന്നു. ഞാൻ തെക്കുമാക്ക് നടക്കണ്ട എന്നും ഈ ബാപ്പയൊന്നും ഉണ്ടാവൂല. ഞാൻ പറയും ബാപ്പ മറ്റു കൊല്ലങ്ങളായി, ബാപ്പ എങ്ങനെ വരിക ചോദിച്ചു. അപ്പൊ ഉമ്മാക്ക് ഇനി വെച്ചാതായില്ലേ? പറഞ്ഞത് ശരിയാലോ കുഞ്ഞാപ്പോ, ഉമ്മക്ക് വെച്ചാതായി തുടങ്ങല്ലേ? ആടാ രാത്രി ഉറക്കാൻ കിട്ടണില്ല. കാര്യം ഓർത്തിട്ട് തന്നെ ആജി ഉറങ്ങായിട്ടാണ് തിന്നാൻ കിട്ടേണ്ട കാര്യം ഓർത്തിട്ട്. ഉമ്മക്ക് വെച്ചതായിട്ടുണ്ടെങ്കിൽ തിന്നാൻ കിട്ടാൻ അത് ആലോചിച്ച് കിടന്നിട്ടാണ്. അത് ആലോചിച്ചിട്ടേ ആലോചന കൂടി ഉറക്കം കുറയും കുഞ്ഞാപ്പോ. ആലോചന കൂടിയാല് ഉറക്കം കുറയും. എന്നിട്ട് ഉമ്മ പറയും എപ്പ കൂർക്കാൻ മച്ചൊന്നും ഈ 11 മണിക്കാടെ ജനിച്ചു വരും ചോദിക്കുമ്മ. അത് ശരി. അപ്പൊ 11 മണിക്കാടെ ജനിച്ചു വരുന്നത് എന്നെ പോലത്തെ ആൾക്കാരൊക്കെ പണിക്ക് പോവല്ലടാ, എനിക്ക് പായി കണ്ടാ മതി അപ്പൊ പടാഞ്ച് ഉറങ്ങിയെന്നാണ് ഉമ്മ പറയുന്നത്. ഉമ്മ നോണ അറിയാം. അപ്പൊ എനിക്ക് ഉറക്കം കൂടുതലല്ലേ? ഇല്ലടാ, ഈ ഞാവൊക്കെ കണ്ടിട്ട് ഉറക്കം കിട്ടുന്നില്ല. ചിന്ത കാരണം അതൊക്കെ പോട്ടെ. ഇജിപ്പത് എവിടുന്ന് പൊട്ടിച്ച്? ചീമക്കൊന്നിന്റെ മരത്തിമ്മന്ന്. എവിടെ? ഈ ഭാഗത്തൊന്നും കാണാനില്ലല്ലോ. ചീമക്കൊന്നിന്റെ മരം. ശരി. അത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ വരികയാണ് ഞാൻ. അല്ലടാ വേറെന്താ? എന്താ അങ്ങോട്ട് നോക്കുന്ന അവിടെ? അവിടെ കാര്യമില്ലടാ. ആരാ വരുന്നുണ്ടാ? ആരും വരുന്നില്ല. ഈ തറാവിന്റെ ആൾക്കാരൊക്കെ എവിടെ പോയത്? എവിടക്ക പോയാവോ? എന്താ ഇവര് അഹങ്കാരം. എത്ര പോലും തറാവുണ്ട് ഇവരുടെ. എന്നിട്ട് ഞാനേ കൂടെ തന്നെ ഉള്ളല്ലോ. ഇത് കേക്കടാ, ഒരു തറാകുട്ടിനൊക്കെ തരാൻ വെച്ചപ്പോ തന്നില്ല. കൊറേ ഉണ്ടായിരുന്നല്ലോ, ഒന്നും തന്നൂടെ? ഓലിത് വേറെ ആള് കാക്കി കൊടുത്താ അറിയാടാ. ഓരോ മുതലാളിന്റെ ഞാൻ മുതലാളിനെ എവിടെ ചോദിച്ചപ്പോ ഇവിടെ കാണാൻ ഒരാലുവാന്ന് വന്നാത്ര. താറാമുട്ട വന്ന എനിക്ക് താറാമുട്ട വന്നാ മുട ചോദിച്ചപ്പോ അറിയാലോ. മുട അറിഞ്ഞിട്ട് മുട ആയിട്ടില്ല, മുട ഇടാനാവുന്നു. ചെറിയ കുട്ടികളാണ്, പിന്നെ നോളന്നല്ല. ചെറിയ കുട്ടികളെന്ന് വെച്ചാൽ വലിയ കുട്ടികളല്ലേ. വന്നാ പിടിച്ചോണ്ടേ കൂടെ ചോദിച്ചു ചോദിച്ചത് മേടിക്കാൻ പാടില്ല. പക്ഷെ ഞാൻ ചോദിക്കും തന്നാ മാത്രം മേടിച്ചാൽ കിട്ടാണെങ്കിൽ താറാവ് പോവാണെങ്കിൽ ഒരു വാക്കുകളാ. ഇമ്മറിയാളാ ആരെയും തന്നില്ലെങ്കിൽ മാത്രം മേടിക്കാൻ പാടുള്ളൂ, ഒരാളിനെ ഇറക്കരുത്. അപ്പൊ അമ്മയുടെ പറഞ്ഞേ തന്നാ തരുവെച്ചിട്ട് ഇങ്ങനെ പെരയുന്നോളി, ഒരു കുന്തം കിട്ടൂല. അപ്പൊ ചോദിച്ചാലും ആരെങ്കിലും തിരിയോളൂ കാരണം. അപ്പൊ ഉമ്മ അറിയാം നമുക്ക് നാണും ഇല്ല മാനും ഇല്ലാത്ത സാധനമായി ചോദിച്ചോ. എന്റെ വയറ്റിൽ തന്നെ വന്നത്. എന്നിട്ട് കുഞ്ഞാപ്പിന്ന് എന്തേ തിന്നത്? തിന്ന ചോറൊക്കെ തിന്നു. വയറൊക്കെ എല്ലാം വീർത്തിക്കണല്ലോ. എടാ ഒരു നായിയാ വരുന്നേ. അത് പോകുക നായി, തപ്പള നായി. എവിടെ? ആണ്ടൊക്കെ അതവിടെ നോട്ടെ. അതിനെ കടിക്കുവോ? അങ്ങോട്ടൊന്നും വരില്ല. ഞാൻ എന്നാ പോട്ടെടാ. ഞാൻ പെരേ പോട്ടെ. ഇനി എപ്പോഴാ വരിക? നീ പെരേ പോയിട്ട് നാളെ വരും. നാളെ വരടാ. നാളെ കൊടുക്കില്ല. എന്നാ പോയിക്കോ, ഇനി സമയം കാണണ്ട.